Monsignor, Vicar General, Honorable MP, esteemed visitors, esteemed guests, my dear brothers Salesians, my dear friends and dear students. Being here, it is a pleasure, but above all, an honor. പ്രിയപ്പെട്ടവരെ, ഇവിടെ നിങ്ങളോടുകൂടി ആയിരിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും വളരെയധികം സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. Being at a moment where this presence is celebrating 50 years, for me, it's a real gift. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്ഥാപനം അതിൻ്റെ സുവർണ ജൂബിലി ആഘോഷിക്കുമ്പോൾ നിങ്ങളോട് ആയിരിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സമ്മാനമായിട്ട് ഞാൻ കാണുന്നു. The first reflection, the first thought I would like to leave is the following. ഞാൻ ആദ്യമായിട്ട് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ചിന്തയാണ്. The attention and care a society gives to the vulnerable and the poor is the measure of its humanity. ഒരു സമൂഹം, ആ സമൂഹത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന സ്നേഹവും കരുതലുമാണ് ആ സമൂഹത്തിൻ്റെ മാനുഷികതയെ അളക്കുവാൻ സാധിക്കുന്ന ഒരു മാനദണ്ഡം. When a society is able to look into the eyes of the poor and the vulnerable and not turn the other side, that is an expression of great humanity. സമൂഹത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികളുടെ കണ്ണുകളിലേക്ക് സ്നേഹത്തോടും കരുതലോടും കൂടെ അവരെ നോക്കുവാൻ സാധിക്കുക എന്നുള്ളതും അവരുടെ നേർക്ക് മുഖം തിരിക്കാതെ അവരെ സഹായിക്കുക, കരുതലോടുകൂടി സ്നേഹിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും മാനുഷികതയുടെ വളരെ പ്രത്യക്ഷമായിട്ടുള്ള അടയാളമാണ്. And what we are seeing here is a collective effort by so many stakeholders to look into the eyes of poverty. ഇവിടെ നാം കാണുന്നത് സമാന ചിന്താഗതിക്കാരായിട്ടുള്ള വ്യക്തികളെല്ലാവരും ഒരുമിച്ച് നടത്തുന്ന കൂട്ടായ ഒരു പ്രവർത്തനത്തിന്റെ ഫലമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. A society should not be ashamed of poverty. ഒരു സമൂഹം ഒരിക്കലും ദാരിദ്ര്യത്തെക്കുറിച്ച് മോശമായിട്ട് ചിന്തിക്കുവാൻ പാടില്ല. A society should be ashamed when knowing there is poverty, nothing is done. ഒരു സമൂഹം തീർച്ചയായിട്ടും അതിന് ബുദ്ധിമുട്ടുണ്ടാകേണ്ടുന്നത് ചിന്തയിലുമൊക്കെ തീർച്ചയായിട്ടും ദാരിദ്ര്യത്തെക്കുറിച്ച് ഒന്നും ചെയ്യുന്നില്ല എന്ന് വരികിൽ അത് തീർച്ചയായിട്ടും ആ ഒരു സമൂഹം സ്വല്പം അതൊരു പോരായ്മയായിട്ട് കരുതണം. There is no one single country in the globe, all over the world, where poverty is not present. Poverty is present everywhere. ദാരിദ്ര്യം എല്ലായിടത്തുമുണ്ട്. ദാരിദ്ര്യം ഇല്ലാത്ത ഒരു രാഷ്ട്രം പോലും ഈ ലോകത്തിൽ ഇല്ല. Having the courage to recognize it, to approach it, and to overcome it is a sign of great dignity and humanity. അതിനെ ഈ ദാരിദ്ര്യത്തെ തിരിച്ചറിയുവാനും അതിനെ അതിജീവിക്കുവാനും ഒക്കെ സഹായിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു സമൂഹത്തിൻ്റെ മാനുഷികതയുടെ ലക്ഷണമാണ്. The second point, we Salesians of Don Bosco are the sons of somebody who was born in poverty and misery. നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ ചിന്ത, ഞങ്ങൾ സലീഷ്യൻ വൈദികരും ബ്രദർമാരും വളരെയധികം ദാരിദ്ര്യത്തിൻ്റെ സാഹചര്യത്തിൽ ജീവിച്ച ഒരു വ്യക്തിയുടെ മക്കളാണ്. But Don Bosco was convinced that poverty is not a permanent state of existence. പക്ഷേ ഡോൺ ബോസ്കോയ്ക്ക് തികഞ്ഞ ഒരു ബോധ്യമുണ്ടായിരുന്നു, ദാരിദ്ര്യം എന്നുള്ളത് നിരന്തരമായിട്ട് നിലനിൽക്കുന്ന ഒരു അസ്തിത്വമല്ല, ഒരു സാഹചര്യമല്ല. He was convinced that poverty is not a death sentence. ഡോൺ ബോസ്കോയെ സംബന്ധിച്ചിടത്തോളം ദാരിദ്ര്യം എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ അത് എപ്പോഴും നിലനിൽക്കുന്ന അല്ലെങ്കിൽ ജീവൻ അവസാനിക്കുന്ന വിധത്തിലൊരു സാഹചര്യമായിരുന്നു എന്ന് ഡോൺ ബോസ്കോ വിചാരിച്ചിരുന്നില്ല. He was convinced from his own experience that there is a huge potential in every heart of every young person.
ഓരോ വ്യക്തിയിലും അനന്തമായിട്ടുള്ള സാധ്യതകളുണ്ട്, വലിയ സാധ്യതകളുണ്ട് എന്നതിനെക്കുറിച്ച് വളരെ ഗാഠമായിട്ടുള്ള ആഴമേറിയൊരു ബോധ്യം ഡോൺ ബോസ്കോയ്ക്ക് ഉണ്ടായിരുന്നു. And he showed us the way. ഡോൺ ബോസ്കോ നമുക്ക് വഴി കാണിച്ചു. On a personal level, he was determined to get educated. തൻ്റെ വ്യക്തിപരമായിട്ടുള്ള തലത്തിൽ ഡോൺ ബോസ്കോ ഒരു വിദ്യാഭ്യാസം സ്വയം നേടുക എന്നുള്ളതിന് ഡോൺ ബോസ്കോ പ്രാധാന്യം കൊടുത്തു. And as a priest, he was determined to get young, poor boys to get education. ഡോൺ ബോസ്കോ പിന്നീട് ഒരു വൈദികനായതിനു ശേഷം യുവാക്കളും നിർധനരുമായിരുന്നവർക്ക് വിദ്യാഭ്യാസം പകർന്നു കൊടുക്കുവാനായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുകയും ചെയ്തു. We Salesians are in 137 countries, and that's what is the fundamental belief. നമ്മൾ സലീഷ്യൻസ് 137 രാജ്യങ്ങളിലുണ്ട്. ഈ ഒരു കാര്യം മൗലികമായിട്ടുള്ള ഒരു കാര്യമാണ്, വിദ്യാഭ്യാസം പകർന്നു കൊടുക്കുക എന്നുള്ളത്. അത് ഈ എല്ലാ രാഷ്ട്രങ്ങളും നമ്മളത് ചെയ്യുന്നുമുണ്ട്. Education is the key to the future. വിദ്യാഭ്യാസമാണ് ഭാവി ശോഭനമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള താക്കോല്. Education breaks the cycle of poverty. വിദ്യാഭ്യാസം ദാരിദ്ര്യത്തിൻ്റെ ആ ഒരു ചാക്രിക സ്വഭാവത്തെ ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കുന്നു വിദ്യാഭ്യാസത്തിന്. And we have seen it in the documentary. ഇത് നമ്മൾ ഇവിടെ കണ്ട ഡോക്യുമെൻ്ററിയിൽ നമ്മൾ കാണുകയുണ്ടായി. Those of us who have been so many years working in this field know quite well how many children started from the lowest point of humanity and now they are in a dignified state of life. ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം കുട്ടികളാണ് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് വളർന്ന് ഉന്നത തലത്തിലേക്ക് വളർന്ന് നല്ല അന്തസ്സുള്ള അഭിമാനമുള്ള തലങ്ങളിലേക്ക് വളരുവാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഇവർക്ക് സുപരിചിതമായിട്ടുള്ള കാര്യമാണ്, അനുഭവമാണ്. The Salesians of Don Bosco will always be there because poverty will always be there. ഡോൺ ബോസ്കോയുടെ സലീഷ്യൻ വൈദികന്മാരും എപ്പോഴും ഉണ്ടായിരിക്കും കൂടെ, കാരണം ദാരിദ്ര്യവും ഇന്നും ഒരു യാഥാർത്ഥ്യമാണ്. The third and final point, we are so happy this is a prime example of networking. നമുക്ക് വളരെയധികം മൂന്നാമത്തെ പോയിന്റ് അടക്കം പറയുന്നത് നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇത് ഒരുമിച്ച് സഹകരിച്ച് കൂട്ടായി പ്രവർത്തിക്കുന്നതിൻ്റെ വളരെ ഉന്നതമായിട്ട് ഉദാത്തമായ ഒരു മാതൃകയാണ്. We Salesians have experience and expertise. നമുക്ക് സലീഷ്യൻ അച്ഛന്മാർക്കും ബ്രദർമാർക്കും അനുഭവമുണ്ട്, മാത്രമല്ല കാര്യങ്ങൾ ചെയ്യുന്നതിൽ പ്രാവീണ്യവുമുണ്ട്. But education is not only about the Salesians. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സലീഷ്യൻ വൈദികരും ബ്രദർമാരും മാത്രം ചെയ്യുന്ന ഒരു കാര്യമല്ല. Education is a collective effort of all the stakeholders. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പലരും ഒരുമിച്ചൊരു കൂട്ടുത്തരവാദിത്വബോധത്തോടു കൂടി ചെയ്യുന്ന ഒരു കാര്യമാണ്. This experience with the corporation is a typical example of which we have so many in the world. ഈ ഒരു കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തി തീർച്ചയായിട്ടും ആ ഒരു നെറ്റ്വർക്ക്, ഒരു ശൃംഖലയുടെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ്. We are working in places where there are no Catholics. നമ്മൾ കത്തോലിക്കരായിട്ടുള്ള ഇല്ലാത്ത ഇടങ്ങളിൽ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. We are working in places where there is no religion. മതം ഇല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. Because our aim is to reach the poor, help them to overcome poverty. നമുക്കവിടെ പ്രവർത്തിക്കാൻ സാധിക്കുന്നതിന് മുഖ്യമായിട്ടുള്ള കാരണം നമ്മുടെ പ്രവർത്തനത്തിന്റെ ലക്ഷ്യം പാവപ്പെട്ടവരാണ്. അത് നിർമ്മാർജ്ജനം ചെയ്യുവാനായിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. I take this opportunity to thank the corporation and the representatives who are here. കോർപ്പറേഷനും അവരുടെ പ്രതിനിധികളെയും പ്രത്യേകമായിട്ട് നന്ദി പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. By networking with the Salesians, the ultimate beneficiaries are not the Salesians. The ultimate beneficiaries are the present and future citizens of India. സലീഷ്യൻസ് ബ്രദർമാരുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അത് സലീഷ്യനെ സംബന്ധിച്ചിടത്തോളം അതൊരു മുതൽക്കൂട്ടായിട്ട് കാണേണ്ടതില്ല. നേരെ മറിച്ച് ഇന്നത്തെയും നാളത്തെയും ഭാവി ശോഭനമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ അഭികാംക്ഷകളായിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. അതായത് സലീഷ്യൻസിന് അതുകൊണ്ട് വ്യക്തിപരമായിട്ട് നേട്ടങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. The vulnerable situation of our young is a call to us, adults.
ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന യുവജനങ്ങൾ ഉള്ളത് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇന്നും ഒരു വെല്ലുവിളിയായിട്ട് നിലനിൽക്കുകയാണ്. Listening to the call, responding to the call, offering a future is our responsibility, is our duty. ഈ ഒരു സാഹചര്യത്തിൽ അതിന് പ്രത്യുത്തരം കൊടുക്കുക, ആ ഒരു വിളിയെ ശ്രദ്ധിക്കുക, ഒരു ആഹ്വാനത്തെ തിരിച്ചറിയുക, അത് അവർക്ക് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരവും ആയിട്ടുള്ള ഉത്തരവാദിത്വമാണ്. When I meet young people, I always end up with this message. ഞാൻ യുവജനങ്ങളെ കാണുമ്പോൾ അവസാനമായിട്ട് സാധാരണ പറയുന്നത് പങ്കുവയ്ക്കുന്നത് ഈ ഒരു സന്ദേശമാണ്.